ഹോസ്റ്റലിലെ പ്രഭാതം എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ്ലോ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചിരുന്നു. ടോയ്ലറ്റിലേക്ക് പോണ രംഗാണ് ഞാൻ അഭിനയിച്ചിരുന്നത്. ഒരു ബക്കറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു രംഗായിരുന്നു. പിന്നെ വേറെ ഞാൻ അഭിനയിച്ചത് ഒരു രോഗിയായിട്ട് അഭിനയിച്ചു. അതിൽ ഡോക്ടർ വേറെ അയ്യൂബ് പറഞ്ഞിട്ട് സ്റ്റെതസ്കോപ്പ് ഒക്കെ അന്ന് നമ്മൾ സംഘടിപ്പിച്ചു. അപ്പൊ ഈ റബ്ബർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെരുപ്പുണ്ടല്ലോ, ഈ വേലി പണിക്കാരൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്നത്, അങ്ങനത്തെ ഒരു ചെരുപ്പ് ഒരാളെന്ന് ഞാൻ സംഘടിപ്പിച്ച് ഈ രോഗിയുടെ വേഷം കെട്ടാൻ വേണ്ടിട്ട് അത് ഓർക്കുന്നുണ്ട്. പിന്നെ വലിയൊരു നാടകത്തിൽ അഭിനയിച്ചു, ഒരു വാപ്പായിട്ട് ഞാൻ അഭിനയിച്ചു. വലിയ നാടകം ഒരുപാട്. അത് ഇവിടെ വാർഷികത്തിന് നടത്തിയെന്ന് മാത്രല്ല, വാർഷികത്തിന് ഇവരൊക്കെ ഉണ്ടായിരുന്നു. വാർഷികത്തിന് നടത്തിയെന്ന് മാത്രല്ല, അത് കോഴിക്കോട് ടൗൺ ഹാളില് അത് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ കോഴിക്കോട് ടൗൺ ഹാളിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. ഞങ്ങളെ ബാച്ചില് ഉള്ള 22 ആളുകളും പാസ്സാവുകയും ഒരുപാട് ആളുകൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അത് കേരളത്തില്, അതായത് നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം മുതല്, കൊച്ചി മുതല്, വാടാനപ്പള്ളി മുതൽ തിരൂര്, പിന്നെ പൊന്നാനി, കോഴിക്കോട്, വയനാട്, ഇവിടെ നിന്നൊക്കെ ഉള്ള പിള്ളേരുണ്ട് ഇവിടെ. അപ്പോ ഈ IRSന്റെ ഒരു വലിയ ഒരു എന്താ പറയാ ഒരു ബൂസ്റ്റാണ് ഞങ്ങൾ ആ ഫസ്റ്റ് SLCന്റെ 100%. അതും ഒരു സമ്മിശ്രമായ സിലബസിലൂടെ നമ്മള് കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാല് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിജയ ശതമാനം ഉണ്ടാവുമെന്ന് ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് കിട്ടി. അതാണ് IRSന്റെ ഒരു വലിയ വളർച്ച. കാരണം അന്ന് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് C ക്ലാസ്സിൽ ഒതുങ്ങിയ ഒരു കാലമായിരുന്നു. പ്രത്യേകിച്ച് അറബിക്ക് വിഷയം എടുത്ത കുട്ടികൾ അവർ C ക്ലാസ്സിലാണ്. അവർ പഠനത്തിൽ എവിടെ എത്തൂല. എവിടെയും, പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികൾ എവിടെയും എത്താത്തൊരു കാലഘട്ടം. C ക്ലാസ്സിൽ ഒതുങ്ങുന്ന ഒരു ജീവിതമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇതേപോലെ സ്ഥാപനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, രണ്ടു കൂടി സമ്മിശ്രമായിട്ടുള്ള ഒരു തുടക്കം. അൽഹംദുലില്ലാഹ് ആ ചിന്ത, നമ്മുടെ കാരണന്മാരുടെ ചിന്ത വളരെയധികം പ്രസക്തി ഉള്ളതായിരുന്നു. അത് ആ മെസ്സേജ് സംഘടനാ ചാനലിലൂടെ കൊടുക്കുകയും കേരളത്തിലുടനീളം, കൊച്ചിയിൽ നിന്ന് ഞാൻ ഓർക്കുന്നത് 13, മൂവാറ്റുപുഴ, തൃശ്ശൂർ, ഇടുക്കി, കൊല്ലം, തിരുവനന്തപുരം, നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ എക്സാം എഴുതാൻ വരികയാണ്. അത് രാവിലെ വാപ്പ എന്നെ വിളിച്ച് പറയണം, പോകണം, ഇങ്ങനെ പോരാ, പഠിക്കണം. ഒന്നുകൂടെ വാപ്പം മരണപ്പെട്ടുള്ള പറയണേ. അപ്പോ വാപ്പാടെ ചിന്ത വളരെയധികം പ്രസക്തിയുള്ളതാണ്. എന്റെ ഗ്രാൻഡ് ഫാദറാണ് വാഴപ്പള്ളി മുഹമ്മദ്. സംഗീത പമ്മഗരി എന്ന പ്രശസ്തമായ പാട്ട് എഴുതിയില്ല. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കാലിഗ്രാഫർ ആയിരുന്നു, അറബി കാലിഗ്രാഫർ ആയിരുന്നു. പുന്നൂർക്കുളം അവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ പ്രസ്സിലേക്ക് എഴുത്തുകാരനായിട്ട് വന്നതാണ്. അപ്പൊ ആ ഒരു പാരമ്പര്യമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും എപ്പോഴും നമുക്ക് ആ ഒരു ഇപ്പൊ നമ്മളെ ആടുജീവിതത്തില് ബെന്യാമിൻ പറഞ്ഞ പോലെ മരുഭൂമിയിൽ വസന്തം വരുന്ന ഒരു രംഗം പറയുന്നത്, അതൊക്കെ അവിടെ അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന അതിന് വിത്തുകളൊക്കെ. പക്ഷെ അതിനൊരു അനുകൂലമായ സാഹചര്യം, മഴയും അന്തരീക്ഷമൊക്കെ വരുമ്പോഴേ അത് പൊട്ടിമുളക്കുള്ളൂ. അപ്പൊ അതുപോലെ ഇവിടെ വന്നത് മുതൽ സത്യത്തില് നമ്മളെ പഠനത്തെക്കാൾ കൂടുതൽ നമ്മളെ ഡയറക്ടർ സെക്രട്ടറി അവർക്ക് പറഞ്ഞ കാര്യം കിട്ടുന്നായിരുന്നു. അതായത് അക്കാദമികമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ എഞ്ചിനീയർമാർ, ഡോക്ടർമാരൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ കലാകാരന്മാരാണ് ശരിക്ക് നമ്മൾ IRS വാർത്തെടുക്കുന്നത്. അന്നൊരു തുടക്കമായിരുന്നു, ഇന്ന് അതിന്റെ മധുര സ്മരണയും. 1985 ആദ്യ ചിരികളിൽ വിരിഞ്ഞ സൗഹൃദങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം 1985 വിരിഞ്ഞ പ്രതിഭകളാണ് ഇന്ന് നമ്മോടൊപ്പം. ഇർസ അലുമിനിയം മീറ്റ് ഈ വരുന്ന ഓഗസ്റ്റ് 9 IRHS വെച്ച് നടക്കുന്നു. അവരുടെ പുസ്തകങ്ങളിൽ പതിഞ്ഞ ഓർമ്മക്കുറിപ്പുകൾ, എഴുതപ്പെടാത്ത കഥകൾ, ഒത്തിരി അനുഭവങ്ങളും അവർക്ക് നമ്മളോട് പങ്കുവെക്കാനുണ്ട്. ചോദിച്ചറിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഓർമ്മകളുടെ പഴയ ആൽബത്തിന്റെ ഓരോ ഇതളുകളും ഓരോ താളുകളും നമുക്ക് ഒന്നിച്ച് ഇവിടെ ഇരുന്ന് തുറക്കാം. സ്വാഗതം എല്ലാവർക്കും. നമ്മുടെ ആ 4 പ്രതിഭകളെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട 1985 സദറുദ്ദീൻ അല്ലെ, സദറുക്ക, അതുപോലെ മുഹമ്മദ് അലിക്ക, നമ്മുടെ ഏറെ പ്രശസ്തനാണ് അസ്ലം തിരൂര്, ഷാഹുൽ ഹമീദ് സാറ്,
അദ്ദേഹം അധ്യാപകനായിട്ട് റിട്ടയർഡ് ചെയ്തു. നമുക്ക് ഓരോരുത്തരുടെ വിശേഷങ്ങളിലേക്കും കടക്കാം. സ്നേഹം.